ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത് കല്യാണി പ്രിയദർശൻ, നസ്ലൻ എന്നിവരെ പ്രധാന വേഷത്തിലെത്തിച്ച ലോക ചാപ്റ്റർ 1 ചന്ദ്ര സിനിമയുടെ കിളിയെ കിളി എന്ന വീഡിയോ സോങ് ആണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു സോങ് ആ ഒരു സോങ് പ്ലേസ്മെന്റ് തിയേറ്ററിൽ ഉണ്ടാക്കിയ ഒരു ഓളം അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് തന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് കല്യാണി പ്രിയദർശൻ്റെ ആ ഒരു ചാം അവിടെ കിട്ടിയത്. അതായത് സ്റ്റേറ്റസിൻ്റെയും സ്റ്റോറിയുടെ അയ്യരുകളെയായിരുന്നു ആ സിനിമ അത് ഇറങ്ങിയതിന് ശേഷം. പിന്നെ റീൽസിലും എല്ലാത്തിലും ട്രെൻഡിങ്ങും ആയിരുന്നു. ഇത് ഇളയരാജയുടെ ഒരു പാട്ടാണ്, എസ് ജാനകിയാണ് പാടിയത്. ആൻഡ് അതിൻ്റെ റിമിക്സ് ഒരു വൈബിലായിട്ടാണ് അത് ആ ഒരു പാട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്ന. കമോ സൽമാൻ പ്രസൻസ്. ഇപ്പൊ തിയേറ്ററില് എല്ലാരും ഇതേ ഇതായിരുന്നു. ഹലോ, എന്താ വിളിക്കുന്നത്? അത്തിക്കോ ആ ഈ ഒരു വരവ് തിയേറ്ററിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് എല്ലാവരും അതിന്റെ സീനടെ എന്ത് സീനെന്ന് വരെ പറഞ്ഞു പോയി. കാരണം എല്ലാവരും ഇങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് കല്യാണി അതിന് മുമ്പുള്ള ഒരു പ്രയർ സീനിൽ വയ്യാതെയൊക്കെ ആയിട്ട് ഒളിച്ചൊക്കെ ഇരിക്കുന്നതാണ്. പിന്നെ ഈ ഒരു സീനിൽ ഇങ്ങനെ വരുമ്പോൾ എല്ലാവരും ആ അകത്തുള്ളവർ ഓൺ സ്ക്രീനിലുള്ളവരുടെ ആ ഒരു എക്സ്പ്രഷൻ, ഫേഷ്യൽ എക്സ്പ്രഷൻ എങ്ങനെയായിരുന്നു അതായിരുന്നു ഓഫ് സ്ക്രീനിൽ തിയേറ്ററിൽ കണ്ടവർ എല്ലാവരും എന്ത് ലുക്കടാ എന്നൊരു ചന്തുവേ ഇളയരാജയുടെ പാട്ട്. എനിക്കൊന്നും ഈ ബാംഗ്ലൂർ ടൈപ്പ് കഥയൊക്കെ വരുമ്പോൾ എല്ലായിടത്തും ഒരു 3 പയ്യന്മാര് ആ ഒരു വെള്ളവടിയും പാർട്ടിയും അങ്ങനത്തെ ഒരു സെറ്റപ്പ് തന്നെയാണെന്ന് തോന്നുന്നില്ല എല്ലാ സിനിമയിലുള്ളത്. ഇതില് കല്യാണയുടെ ലുക്ക് ചാപ്റ്റർ 1 ചന്ദ്ര. ഇതില് ആ പാട്ട്. ആൻഡ് ഗൈസ്, എനിക്ക് ചില ഒരു കാര്യത്തിൽ തോന്നിയിട്ടുള്ള ഡൊമിനിക് അരുൺ, അതായത് ഈ സിനിമയുടെ സംവിധായകൻ, പുള്ളി തന്നെയാണ് ഈ സ്റ്റോറി വൈസും നമ്മൾ മുമ്പ് ശാന്തിയാണ് ഈ സ്റ്റോറി വൈസ് കൂടുതൽ കൈകാര്യം ചെയ്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ പുള്ളിയാണ് മെജോറിറ്റിയും ചെയ്തതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അത് കറക്റ്റായിട്ട് അങ്ങനെയാണ് ഞാനിപ്പം വളരെ റീസെൻ്റ് ആയിട്ട് അറിഞ്ഞത്. ആൻഡ് പുള്ളിയെ സെലിബ്രേറ്റ് ആരും ചെയ്തിട്ടില്ല. അതായത് ഇപ്പം ആവേശം ചെയ്ത ഡയറക്ടർ ജിത്തു മാധവ് ചെയ്ത നമ്മൾ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്തു. ചിദംബരം, മഞ്ഞുമൽ ബോയ്സ് നമ്മൾ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്തു. അങ്ങനെ ഇതേപോലെ കുറച്ച് ഹൈപ്പഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല സക്സസ് ആയിട്ടുള്ള സിനിമകളൊന്നും നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കിഷ്കിന്ദ കാണുന്ന ഡയറക്ടർ ആരും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്താ പറയുക, ചിലപ്പോൾ അവർ ഇൻ്റർവ്യൂസ് ഒന്നും അധികം കൊടുക്കാത്തതുകൊണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ അവർ എന്താ പറയുക വിസിബിലിറ്റി കൂടുതൽ കൊടുക്കാത്തതുകൊണ്ടായിരിക്കുമോ എന്നറിയില്ല. അതുപോലെ തന്നെ ഡൊമിനിക്കും ഈ സിനിമ കഴിഞ്ഞിട്ട് 1-2 ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുള്ളൂ. ഡൊമിനിക്കാണ് മെയിൻ കപ്പിത്താനാണ്. എന്നാലും ഡൊമിനിക്കിനെ കുറിച്ച് വലുതായിട്ട് സംസാരങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കും അങ്ങനെ ഒരു തോട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്തേക്കും. ഈ പാട്ട് ഇട്ട പ്ലേസ്മെൻറ്റും ആ പാട്ടിൽ കല്യാണി വന്ന വരവും നസ്ലൻ അവന്മാരൊക്കെ നിന്ന വരവായിരുന്നു.